2026 ഒരു വലിയ സംഭവമാണ് നടക്കുന്നത്. 5 ഗ്രഹങ്ങൾ ഒരേ സമയം ശക്തമായ സ്ഥാനങ്ങളിൽ ചേരുന്നു. ഈ യോഗം സാധാരണയൊരു ട്രാൻസിറ്റ് അല്ല, ജീവിതത്തിന്റെ ദിശ മാറുന്ന ഒരു കർമ്മ റീസെറ്റ്. ചിലർക്കിത് ധനവർഷം, ഉയർച്ച, ആത്മവിശ്വാസം, രാജയോഗം. പക്ഷേ മറ്റു ചിലർക്കിത് കടം, നഷ്ടം, ബന്ധങ്ങൾ തകർക്കുന്ന ഒരു പരീക്ഷ. സത്യമൊന്നു മാത്രം: ഈ പഞ്ചഗ്രഹി യോഗം എല്ലാവർക്കും സമ്മാനം തരില്ല, തിരഞ്ഞെടുത്ത ചിലർക്കാണ്. ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് അതാണ്. ആരുമാണ് ഉയരുന്നത്, ആരെയാണ് പരീക്ഷിക്കുന്നത്? നിങ്ങൾ ഏതു കൂട്ടത്തിലാണ്? ഇനി തുടങ്ങാം. നമസ്കാരം. ജ്യോതിഷ ലോകമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2026 സംഭവിക്കുന്ന ഒരു അത്യപൂർവമായ ജ്യോതിഷ സംഭവം, പഞ്ചഗ്രഹി യോഗം. ജ്യോതിഷശാസ്ത്രത്തിലെ ഏറ്റവും ശക്തമായ ഊർജ്ജ സമന്വയങ്ങളിൽ ഒന്നാണിത്. ശനി, ഗുരു, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ. ഈ 5 ഗ്രഹങ്ങൾ 2026 ഒരേ സമയത്ത് ശക്തമായ സ്ഥാനങ്ങളിൽ ചേരുന്ന കാലഘട്ടം. പഞ്ചഗ്രഹി യോഗം എന്താണ്? ജ്യോതിഷത്തിൽ ഒരു ഗ്രഹത്തിന്റെ സ്ഥാനം മാത്രം ജീവിതത്തെ മാറ്റുന്നില്ല. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൃഷ്ടി, അവ സ്ഥിതി ചെയ്യുന്ന ഭാവം, കമ്പസ്റ്റൻ, റിട്രോഗ്രേഡ്, ട്രാൻസിറ്റ് കാലഘട്ടം, ഇവയൊക്കെ ചേർന്നാണ് ഫലമുണ്ടാകുന്നത്. 2026 ഈ യോഗത്തിൽ ശനി കർമ്മഫലം, ഉത്തരവാദിത്വം, പരീക്ഷണം. ഗുരു ധനം, ഭാഗ്യം, ജ്ഞാനം, സംരക്ഷണം. ശുക്രൻ ബന്ധങ്ങൾ, ആസ്തി, സുഖസൗകര്യം. ബുധൻ ബുദ്ധി, വ്യാപാരം, തീരുമാനം, കണക്കാക്കൽ. ചന്ദ്രൻ മനോവൈകാരികം, ആത്മീയത, വ്യക്തത. ഈ 5 ഗ്രഹങ്ങളും ഒരേ സമയം ശക്തനായപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആരംഭിക്കും. ഇത് സമ്മാനം നൽകുന്ന ഒരു സമയം മാത്രമല്ല, ജീവിതത്തെ പരിശോധിക്കുന്നതുമാണ്. ഈ യോഗത്തിന്റെ പൊതുവായ ഫലം: ഈ ഘട്ടത്തിൽ പലർക്കും തൊഴിൽ മാറാനുള്ള അവസരം, വിദേശ ബന്ധങ്ങൾ, ധനസമ്പാദന മാർഗങ്ങൾ, പഴയ ശ്രമങ്ങൾക്ക് ഫലം, ബന്ധങ്ങളിൽ വ്യക്തത. പക്ഷേ അതേസമയം ചിലർക്ക് കടം ഉയരും, ബന്ധങ്ങൾ തകരാം, വ്യാജ തീരുമാനങ്ങൾ വലിയ നഷ്ടം നൽകാം, ചിലർക്ക് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഈ സമയം ഒരുതരം കർമ്മ പരീക്ഷ പോലെയാണ്. ശ്രദ്ധയുള്ളവർ ഉയരുകയും അശ്രദ്ധരായവർ തളരുകയും ചെയ്യും. മേടം. ധനലാഭവും തൊഴിൽ പുരോഗതിയും. വർഷങ്ങളായി കാത്തിരുന്ന കാര്യങ്ങൾ സാഫല്യത്തിലേക്ക്. പുതിയ ജോലി അവസരം, വ്യാപാരം വളർച്ച, നിയമകാര്യങ്ങളിൽ വിജയസാധ്യത, ഭൂമിയിലും സ്വത്തിലും നേട്ടം. ശ്രദ്ധിക്കേണ്ടത് ആവേശത്താൽ പിഴവായ തീരുമാനമെടുക്കരുത്. മിഥുനം. ജ്ഞാനം, സമ്പത്ത്, ആളുകളുമായുള്ള ബന്ധങ്ങൾ എല്ലാം ശക്തമാകും. പഠനവിജയം, വ്യാപാരത്തിൽ വളർച്ച, ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഗുണം, വിദേശ സാധ്യത ശക്തം. ഇടറുന്ന വശം, ബന്ധങ്ങളിൽ ക്ഷമ ആവശ്യമാണ്. സിംഹം. അധികാരം, അംഗീകാരം, നേതൃത്വം. ജോലിസ്ഥാനം ഉയരാം, പ്രശസ്തരും തീരുമാനാധികാരികളും സഹായിക്കും. സ്വത്തുവാങ്ങൽ, നിക്ഷേപം നല്ലത്. ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യം, അഹങ്കാരം, അശ്രദ്ധ. ധനു. പഴയ കർമ്മഫലങ്ങൾ തുറക്കപ്പെടുന്ന സമയം. കടം തീരാം, പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ആത്മവിശ്വാസം ഉയരുക, ദീർഘകാല ലക്ഷ്യങ്ങൾ സാഫല്യമാകുക. ശ്രദ്ധിക്കേണ്ടത് മുറിവെട്ട സ്വഭാവം ഒഴിവാക്കുക. മീനം. ആത്മീയത, ആത്മവിശ്വാസം, ബന്ധങ്ങൾ, സമമായ വളർച്ച, വിവാഹസാധ്യത, ധനവർദ്ധന, സമാധാനം, വ്യക്തത. ജീവിതത്തെ പുത്തൻ രീതിയിൽ കാണാനുള്ള അവസരം. ശ്രദ്ധിക്കേണ്ടത് അതിചിന്ത ഒഴിവാക്കുക. കർക്കിടകം. ബന്ധങ്ങൾ സ്ട്രെയിൻ ആവാം, മാനസിക സമ്മർദ്ദം, ഉറക്കവും ഭക്ഷണവും സ്ഥിരമാക്കണം. തുലാം. അപ്രതീക്ഷിത ചെലവ്, ധനകാര്യ നിർണയങ്ങളിൽ വൈകി ചിന്തിക്കുക. മകരം. പണി, ഉത്തരവാദിത്വം, സമ്മർദ്ദം കൂടുതലാകും, എന്നാൽ അവസാനം ഫലം ലഭിക്കും. ശനിയാഴ്ച കറുത്ത ഉഴുന്ന് അല്ലെങ്കിൽ എണ്ണദാനം, വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുക, പഴം ദാനം, വെള്ളിയാഴ്ച അഭിഷേകം അല്ലെങ്കിൽ ദീപം, ചൊവ്വാഴ്ച നിർഭയം സ്വയം നിയന്ത്രണം, രാത്രിയിൽ ദീപം വെച്ച് ശാന്തധ്യാനം. ഇവ ബ്ലൈൻഡ് ബിലീഫ് അല്ല, ഉൾശക്തിയെ ഒരേ ദിശയിൽ കൊണ്ടുവരുന്ന ബാലൻസ് സിസ്റ്റം. ഈ പഞ്ചഗ്രഹി യോഗം ഒരു ഭാഗ്യകാലമോ ശാപമോ അല്ല, അത് സമയത്തിന്റെ പരീക്ഷയും സമ്മാനവുമാണ്. നിങ്ങളുടെ രാശി ഏത് വിഭാഗത്തിൽ വരുന്നുവെന്ന് താഴെ കമന്റ് ചെയ്യുക.
ഈ വീഡിയോ പ്രാധാന്യമുള്ളതാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അടുത്ത വിശകലന വീഡിയോയിൽ വീണ്ടും കാണാം.